89.6 FM സർഗക്ഷേത്ര SK ജംഗ്ഷൻ. കേരളത്തിന്റെ നെല്ലറ ഏത് ജില്ലയാണ്? നമ്മുടെ സ്കൂൾ കാലഘട്ടത്തൊക്കെ ക്വിസ് കോമ്പറ്റീഷൻസിൽ സ്ഥിരമായിട്ട് വരാറുള്ള ചോദ്യമാണല്ലോ ഇത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഏത് ജില്ലയെ പറ്റിയാണ് ഈ പറയുന്നതെന്ന്. അതെ, പാലക്കാട്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായും പോയിരിക്കേണ്ട പാലക്കാടിലെ കുറച്ച് സ്ഥലങ്ങളെ പറ്റിയും അവിടുത്തെ തന്നെ ചില ഫുഡ് സ്പോട്സിനൊക്കെ പറ്റിയിട്ടാണ് കേട്ടോ. യെസ്, സോ വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആൻഡ് അനു ഒരു പാലക്കാട്ടുകാരി ആയതുകൊണ്ട് തന്നെ അനുവിൻ്റെ അനുഭവങ്ങളിൽ നിന്നും അനു കണ്ടിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും ആ ഒരു പാലക്കാടിൻ്റെ മഹനീയത, ആ ദൃശ്യഭംഗിയൊക്കെ നമുക്ക് അനു പറഞ്ഞു തരുന്നതായിരിക്കും. ഇന്ന് SK ജംഗ്ഷനിൽ മൺസൂൺ ടൂറിസത്തോടനുബന്ധിച്ച് നമ്മൾ പാലക്കാട് ഒരു ഡെസ്റ്റിനേഷൻ വെക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ മസ്റ്റായിട്ടും പോവേണ്ട ചില സ്ഥലങ്ങളൊക്കെ നമ്മളിന്ന് കേട്ടറിയാനായിട്ട് പോവുകയാണ്. സോ തുടർന്നുള്ള മണിക്കൂറുകളിൽ നമുക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ പാലക്കാടിനെ കുറിച്ച് കേട്ടറിയേണ്ടതായിട്ടുണ്ട്. കേൾക്കാം, അറിയാം. SK ജംഗ്ഷനിലൂടെ വൺസ് അഗൈൻ വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് എന്താ? ഈ കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും കരിമ്പനകളും വെള്ളച്ചാട്ടങ്ങളും അഗ്രഹാരങ്ങളൊക്കെ ആയിരിക്കില്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഗ്രാമങ്ങൾ പോലെ. മലയാള സിനിമയിൽ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനാണ് നമ്മുടെ പാലക്കാട്. പിന്നെ നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും ഈ പാലക്കാട് കണ്ടു തീർക്കാനാവില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് മറ്റൊരു സ്ഥലത്തിലേക്ക് പോകാനാണെങ്കിൽ കുറച്ചധികം ദൂരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് 2 വീലറോ 4 വീലറോ ഉണ്ടെങ്കിൽ 2-3 സ്ഥലങ്ങളൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാനൊക്കെ പറ്റും. ഞാൻ പറയുകയാണെങ്കിൽ പാലക്കാട് കാണാൻ വരാൻ പറ്റിയ ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് മഴക്കാലമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പാലക്കാടൻ ചൂടിനെ പറ്റിയിട്ടൊക്കെ. ഒട്ടുമിക്ക വർഷങ്ങളിലും കേരളത്തിൽ ആ റെക്കോർഡ് ചൂട് രേഖപ്പെടുത്താറുള്ളത് പാലക്കാടിനെയാണ്. അതുകൊണ്ട് തന്നെ ഈ മഴയൊക്കെ ഇല്ലാത്ത സമയത്ത് പാലക്കാട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് കുറച്ചധികം റിസ്ക് ആണ്. കാരണം വേറൊന്നും അല്ല, സഹിക്കാൻ പറ്റാത്ത അത്രയും ചൂടായിരിക്കും. പിന്നെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ മഴക്കാല വീഡിയോസൊക്കെ അല്ലേ അനു? പാലക്കാടിലെയും അങ്ങനത്തെ കുറേ വീഡിയോസ് വൻപൻ ട്രെൻഡിങ് ആണ്. അങ്ങനെ ഇതൊക്കെ കണ്ട് പാലക്കാട് വരാനായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയതോടുകൂടെ ഇത്രയും കാലം പലരും കാണാതെയും അറിയാതെയും ഒക്കെ പോയ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എല്ലാവരും അതൊക്കെ അറിഞ്ഞു തുടങ്ങി എന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വീഡിയോ എടുക്കാനായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആസ്വദിക്കാനായിട്ടാണെങ്കിൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു ജില്ല തന്നെയാണ് നമ്മുടെ സ്വന്തം പാലക്കാട്. പാലക്കാട്ടേക്ക് വരുമ്പോൾ തിരികെ കൊണ്ടുപോകുന്നത് കുറേ നല്ല ഓർമ്മകളും കൂടിയായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി എന്തായാലും നമ്മൾ പാട്ടിലേക്കാണ് പോകുന്നത്. പാട്ടുകൾക്ക് ശേഷം SK ജംഗ്ഷനിൽ കേട്ടറിയാം പാലക്കാട്ടിലേക്ക് പോവുകയാണെങ്കിൽ കണ്ടിരിക്കേണ്ട പോയിരിക്കേണ്ട സ്ഥലങ്ങൾ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര SK ജംഗ്ഷൻ. വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് SK ജംഗ്ഷനിൽ യാത്രയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്, അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പാലക്കാട്ടേക്കുള്ള ഒരു യാത്രയാണ്. സോ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് അനു ആയിരിക്കും പറയുന്നത്. കാരണം അനു ആണ് ഒരു പാലക്കാട്ടുകാരി. അനുവിന് കൃത്യമായിട്ട് അറിയാം പാലക്കാട്ട് വരുവാണെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് പോവേണ്ടത് എന്നുള്ളത്. അപ്പോൾ അനു, നമ്മൾ ആദ്യം എങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് ആദ്യം കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടും ജലസംഭരണിയുമായ മലമ്പുഴ ഡാമിന് തുടങ്ങാം കേട്ടോ. ഓക്കെ. പക്ഷെ നമ്മൾ സംസാരിക്കുന്നത് മലമ്പുഴ ഡാമിനെ പറ്റിയല്ല. അതിനേക്കാൾ മനോഹരമായ ഡാമിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ 1-2 സ്ഥലങ്ങളുണ്ട്. അതിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ പറയാൻ പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ എത്താൻ പൊതുഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു കാറോ ബൈക്കോ കൊണ്ടുവരികയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുകയൊക്കെ വേണം. അപ്പോൾ നമുക്ക് ആദ്യം തെക്കേ മലമ്പുഴയെ പറ്റി പറയാം. മലമ്പുഴ റോപ്പ് വേയുടെ എൻട്രി ഭാഗത്ത് നിന്ന് ഇടത്തോട്ട് അല്പം മുമ്പോട്ട് പോയാൽ തെക്കേ മലമ്പുഴ ആയി. മലമ്പുഴ ഡാമിൻ്റെ റിസർവോയർ ഭാഗമാണിത്. അതുകൊണ്ട് നമുക്ക് യാത്രക്കാർക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും പാടില്ല. ഒരു ഭാഗത്ത് മലയും താഴ്വരയും മറുഭാഗത്ത് മലമ്പുഴ ഡാമിൻ്റെ പുറകുവശമാണ്. മഴക്കാലത്തൊക്കെ ആണെന്ന് വെച്ചാൽ പോണ വഴിക്ക് ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ കാഴ്ചകളെല്ലാം കണ്ട് റോഡിലൂടെ ഒരു നല്ല യാത്രയും ചെയ്യാൻ സാധിക്കും. മലമ്പുഴ ഡാമിൻ്റെ പിന്നിലായിട്ട് കാണുന്ന മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ. അവിടെ ഒരു ദ്വീപുണ്ട്, അതാണ് കവ. ഫോട്ടോഗ്രാഫേഴ്സിനും ട്രെക്കിംഗ് നടത്തുന്നവർക്കും
പിന്നെ നമ്മുടെ ഈ പ്രകൃതി സ്നേഹികൾക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ കവ എന്ന് പറയുന്നത്. മാത്രമല്ല കേരളത്തിലേക്കുള്ള മഴയുടെ കവാടമാണ് കവ വ്യൂ പോയിന്റ്. കാടിനിടയിലൂടെ യാത്ര ചെയ്തിട്ട് വേണം കവയിലെത്താനായിട്ട്. വൈകുന്നേരത്തെ ഈ ഒരു സൂര്യാസ്തമയം കാണാനായിട്ട് അടിപൊളിയാണ് അവിടെ. ഈ പാലക്കാട് കടലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കവ തന്നെയാണ് എല്ലാം എല്ലാം. വേനൽക്കാലത്ത് പൊതുവെ കവ വറ്റിക്കിടക്കാറാണ് പതിവ്. ആ സമയത്ത് പക്ഷേ വേറൊരു ഭംഗി തന്നെയാണ് കവയ്ക്ക്. അതുകൊണ്ട് മഴക്കാലത്ത് കവ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ആ സമയത്ത് നല്ല തിരക്കും ഉണ്ടായിരിക്കും അവിടെ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ അപൂർവ പക്ഷികളുടെയും പൂമ്പാറ്റകളുടെയും ഒക്കെ ഒരു ആവാസ കേന്ദ്രം കൂടിയാണ് നമ്മൾ ഈ പറയുന്ന കവ. ഈ പറഞ്ഞ 2 സ്ഥലങ്ങളും, അതായത് കവ, തെക്കേ മലമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ മഴക്കാലത്ത് പോകാനായിട്ട് പറ്റിയ അടിപൊളി സ്ഥലങ്ങളാണ്. ഇതുപോലെ നമ്മൾ മഴക്കാലത്തൊരു ഡെസ്റ്റിനേഷൻ പാലക്കാട് നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് നമ്മൾ കാണേണ്ടത്, എങ്ങോട്ടൊക്കെ നമ്മൾ പോകണം തുടങ്ങിയതൊക്കെ നമുക്ക് കേട്ടറിയാം ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ. നമ്മുടെ കൂടെ അനുണ്ട്. അനു പാലക്കാട്ടുകാരിയാണ്. സോ അനു നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. സോ പാട്ടുകൾക്ക് ശേഷം ഇനിയും കേട്ടറിയാം. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആണ്. നമ്മൾ ഇന്ന് SK ജംഗ്ഷനിൽ സാധാരണഗതിയിൽ കേൾക്കുന്നത് പോലെ ഫാഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിൻ്റെ ബെനഫിറ്റ്സിനെ കുറിച്ചോ ഒന്നുമല്ല, ഒരു സ്ഥലത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്. പാലക്കാട് എന്ന അതിമനോഹരമായ ആ ഒരു സ്ഥലം, അതിലെ ഗ്രാമഭംഗിയും അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് നമ്മൾ യാത്ര പോവുകയാണെങ്കിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് നമ്മൾ കാണേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് പാലക്കാട്ടുകാരിയായ അനു തന്നെയുണ്ട്. സോ അനു, നമ്മൾ ഇനി അടുത്തത് എങ്ങോട്ടാണ് പോകുന്നത്? അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് എവിടെയാന്ന് വെച്ചാൽ ഹൃദയ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മളെല്ലാവരും. യെസ്. ആ സിനിമയിൽ പ്രണവും ദർശിനി ഒരു അമ്പലത്തിന്റെ അവിടെയായിട്ട് ഇരുന്ന് വർത്താനം പറയുന്ന ഒരു സീനില്ലേ, ആ അമ്പലമാണ് വാമല. കരുവോട്ട് വാമല ബാലദണ്ഡായുധ പാണി ക്ഷേത്രം എന്നാണ് വാമലയുടെ ശരിക്കും പേര്. പക്ഷെ നമ്മുടെ നാട്ടുകാർക്കും കാണാൻ വരുന്നവർക്കൊക്കെ ഇത് വാമലയാണ് കേട്ടോ. കരുവോട്ട് വാമല എന്നത് ചുരുങ്ങി വാമല എന്നതായതാണോ പോലും. എനിക്ക് തോന്നുന്നു ബേസിൽ ജോസഫിന്റെ കുഞ്ഞി രാമായൺ എന്ന പടത്തിലെ ക്ലൈമാക്സിൽ ഒരു സീനിലൂടെയാണ് ആളുകൾ ആദ്യമായി വാമല ശ്രദ്ധിച്ചു തുടങ്ങിയതെന്നാണ്. ഒരു മല മുകളിലാണ് വാമല. അതുകൊണ്ട് താഴെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാനൊന്നും പറ്റില്ല. പാറയിലൂടെ കയറി വേണം മുകളിലോട്ട് പോകാനും. പാറയിൽ കൊത്തിവെച്ച പടികളൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടില്ലാതെ കയറി പോകാനൊക്കെ പറ്റും. മഴക്കാലാണെങ്കിൽ വഴുക്കലൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാൻ. അങ്ങനെ ആ പടികളൊക്കെയും കയറി നമ്മൾ ചെന്നെത്തുന്നത് ഒറ്റയാനെ പോലെ നിൽക്കുന്ന ഒരു പാലം വരെ ചുവട്ടിലേക്കാണ്. നീലയും മഞ്ഞയും തവിട്ട് നിറഞ്ഞൊരു ചെറിയ ക്ഷേത്രമാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുക. ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ബാലനായ മുരുകന്റെ പ്രതിഷ്ഠ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നട തുറക്കുന്ന സമയമാണെങ്കിൽ മാത്രമേ അമ്പലത്തിന്റെ അകത്ത് കയറാനായിട്ട് പറ്റത്തുള്ളേ. താഴ്വാരത്തായിട്ട് എപ്പോഴാണ് തുറക്കേണ്ടത്, അടയ്ക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൽ കയറണമെന്ന ആഗ്രഹമുള്ളവർ ആ സമയം കണക്ക് കൂട്ടിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. മലമുകളിൽ നിന്നുള്ള കാഴ്ചകൾ വാക്കുകൾക്കും അതീതം എന്നൊക്കെ നമ്മൾ ഈ സാഹിത്യത്തിൽ പറയുന്നത് പോലെ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. കരിമ്പനക്കൂട്ടങ്ങളും പച്ചപുതച്ച വയലുകളും ഒക്കെ ആയിട്ട് പല്ലാവൂരിൻ്റെ ഗ്രാമീണ കാഴ്ചകൾ നമുക്ക് അത്രയും ഉയരത്തിൽ നിന്ന് തന്നെ കാണാനായിട്ട് പറ്റും. അതിനറ്റത്തായിട്ട് നെല്ലിയാമ്പതി മലനിരകളും. പാലക്കാട് ടൗണിൽ നിന്നും ഒരു 30 കിലോമീറ്റർ യാത്ര ചെയ്താൽ വാമലയിലെത്താം. ഇനി നമ്മൾ ബസ്സിലാണ് വരുന്നതുണ്ടെങ്കിൽ പാലക്കാട് നിന്നും കൊടുവായൂർ വഴി നെന്മാറയ്ക്കുള്ള ബസ് കയറി പല്ലാവൂരിൽ ഇറങ്ങി അവിടെ നിന്ന് ഓട്ടോയിൽ വേണം വാമലയ്ക്കെത്താൻ. മെയിൻ റോഡൊന്നും കുറച്ച് ഉള്ളിലേക്ക് ആയതുകൊണ്ട് തന്നെ ബസ്സൊന്നും അങ്ങോട്ടേക്കില്ല. ഇപ്പോൾ വീഡിയോ ഷൂട്ടുകൾക്കും ഫോട്ടോ ഷൂട്ടുകൾക്കൊക്കെ ആയിട്ട് ദിവസേന ഒരുപാട് പേരാണ് അവിടെ എത്തുന്നതും. അങ്ങനെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന പാലക്കാടൻ ജില്ലയിലെ മറ്റ് സ്ഥലങ്ങൾ ഏതൊക്കെ തുടങ്ങിയത് നമുക്ക് കേട്ടറിയാം SK ജംഗ്ഷനിലൂടെ. കൂടെയുള്ളത് ജോ ആൻഡ് അനു. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആൻഡ് അനു ആണ്. അനു, നമ്മൾ ഇന്ന് പാലക്കാട് ജില്ലയിലൂടെയുള്ള ഒരു യാത്രയാണ് SK ജംഗ്ഷൻ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ SK ജംഗ്ഷനിൽ കുറേ കാര്യങ്ങൾ, അതായത് ഇപ്പം ഏതെങ്കിലും ഒരു രോഗത്തെ പറ്റിയോ അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇന്ന് നമ്മൾ മൺസൂൺ ടൂറിസം ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്പോട്ടാണ് നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്, നമ്മുടെ സ്വന്തം പാലക്കാട് ജില്ല. അപ്പം അവിടെ ഏതൊക്കെ സ്ഥലങ്ങളാണ് കാണേണ്ടത്, നമ്മൾ യാത്ര ചെയ്യേണ്ടത് തുടങ്ങിയത് നമ്മൾ കേട്ടറിയുകയാണേ. ആൻഡ് ഇത് തുടങ്ങിയപ്പോൾ തന്നെ അനു പറയുന്നുണ്ടായിരുന്നു, പാലക്കാട്ടേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ വരേണ്ട സമയം മഴക്കാലമാണ്. കാരണം അല്ലാത്ത സമയങ്ങളിൽ നല്ല ചൂടാണ്. ഇപ്പോൾ വരുവാണെങ്കിൽ കുറേ നല്ല ദൃശ്യഭംഗിയുള്ള കുറേ കാഴ്ചകൾ കാണാം എന്ന് ഒരു പാലക്കാട്ടുകാരിയുടെ ഒരു അഹങ്കാരം തീർച്ചയായും കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടുത്ത ഏത് സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത്?
അടുത്ത സ്ഥലം പാവങ്ങളുടെ ഊട്ടി. അപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്നത് ഏത് സ്ഥലത്തിനെ പറ്റിയാന്ന് കേൾക്കുന്നവർക്കൊക്കെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? സത്യത്തിൽ നമ്മൾ പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം സുന്ദരിയായിട്ടുള്ള നെല്ലിയാമ്പതി പാലക്കാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് കേട്ടോ. പോത്തുണ്ടി അണക്കെട്ടിൻ്റെ അവിടെയായിട്ടുള്ള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വേറൊരു ലോകമാണെന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട് അങ്ങോട്ട് പോകുമ്പം. കാരണം പിന്നെ പാലക്കാടൻ ചൂടില്ല. ഓരോ ഹെയർ പിൻ വളവ് കയറി പോകുമ്പോഴും തണുപ്പിങ്ങനെ കൂടിക്കൂടി വരും. ഒരു വശത്ത് കൊടും കാടാണെങ്കിൽ ഇപ്പുറത്ത് കൊക്കയൊക്കെയാണ്. അതിങ്ങനെ മാറി മാറി വരികയും ചെയ്യും. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വളവുകളിലൊക്കെ മാനിനെയും കാട്ടുപോത്തിനെയും മലയണ്ണാനെയും ആനയെയും കാട്ടുപന്നിയൊക്കെ കാണാൻ പറ്റും. കാട്ടുചോലകളും അരുവികളൊക്കെ ഈ ഹെയർ പിൻ വളവുകളിലൊക്കെ ഉണ്ട്. മഴക്കാലാണിച്ചാൽ ഭയങ്കര ഭംഗിയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാൻ. പക്ഷേ ഈ മഴക്കാലത്ത് അത്ര സേഫ് അല്ല ഈ നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്ര. ഇന്നത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കനത്ത മഴ പെയ്താൽ മണ്ണിടിച്ചിലിനൊക്കെ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ്. പിന്നെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കേരള കാർഷിക വകുപ്പിൻ്റെ അഗ്രികൾച്ചറൽ ഫാമൊക്കെ ഉണ്ട്. അതിനെ ഓറഞ്ച് ഫാം എന്നും വിളിക്കും. ഓറഞ്ച് മരങ്ങളും പാഷൻ ഫ്രൂട്ട്സും ഉൾപ്പെടെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഇവിടെയുണ്ട്. ഓറഞ്ച് ഉണ്ടായ സമയമാണ് എങ്കിൽ നല്ല തിരക്ക് ഇവിടെ ഉണ്ടാകും. അവിടുത്തെ വേറെ കുറച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ആണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ്, കേശവൻപാറ, പോത്തുപാറ, മാംപാറ, തൂക്കുപാലം, പുല്ലുകാട്, വിക്ടോറിയ ലില്ലി തേയിലത്തോട്ടങ്ങളൊക്കെ. അങ്ങോട്ടേക്കുള്ള യാത്ര നമ്മൾ ഇതുവരെ കേട്ടതിലും വളരെ ഭംഗിയേറിയതാണ് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനി അടുത്തത് ഏത് സ്ഥലമാണ്? ഹിൽ സ്റ്റേഷൻസ്, പച്ചപ്പ് നിറഞ്ഞ കുന്നുകൾ, തേയില കാപ്പി തോട്ടങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, അതിമനോഹരമായ വ്യൂ പോയിന്റുകൾ, പൂക്കളും പൂന്തോട്ടങ്ങളും. പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും ഭംഗിയാണ് അവിടെ കാണാൻ. അതിമനോഹരമെന്ന് 100% പറയാൻ പറ്റുന്ന ഒരു അടിപൊളി ആകാശ ദൃശ്യമാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റ്. എൻ്റെ അമ്മോ, എന്തൊരു ചന്താന്നറിയാം അവിടെ നിന്നും പാലക്കാട് കാണാൻ. പാലക്കാടൻ സമതലങ്ങളും വിശാലമായി പരന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പുകളും കുളങ്ങളും തോടുകളും ഒക്കെ നമുക്ക് ഈ വ്യൂ പോയിന്റിൽ നിന്ന് കാണാൻ പറ്റും. ഇതുപോലെ ഭയങ്കര രസമുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇനിയുമുണ്ട് പാലക്കാട്ടിൽ. അത് ഏതൊക്കെയാണ് എന്നുള്ളത് കേട്ടറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. കൂമൻകാവിൽ ബസ് ചെന്ന് നിന്നപ്പോൾ ആ സ്ഥലം രവിക്ക് അപരിചിതമായി തോന്നിയില്ല. അങ്ങനെ പടർന്നു പന്തലിച്ച മാവുകൾക്കിടയിൽ 4-5 ഏറുമാടങ്ങൾക്ക് നടുവിൽ താൻ വന്നെത്തുമെന്ന് പണ്ടേ കരുതി കാണണം. അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ഇതെന്തായി പറഞ്ഞതെന്ന്. മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ വരികളാണ് നമ്മൾ ഈ ആദ്യം പറഞ്ഞത് കേട്ടോ. ഒരു നോവലിന് കാരണമായ ഗ്രാമത്തെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പാലക്കാട് അങ്ങനെ ഒരു ഗ്രാമമുണ്ട്. രാജ്യത്തെ തന്നെ ആദ്യത്തെ സാഹിത്യ പൈതൃക ഗ്രാമമാണ് തസ്രാക്ക്. പാലക്കാടിലെ തസ്രാക്ക് എന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ഇനി കേൾക്കാനായിട്ട് പോകുന്നത് SK ജംഗ്ഷനിലൂടെ. സോ വെൽക്കം ടു SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആൻഡ് അനുവാണ്. നമ്മളപ്പോൾ ഇനിയിപ്പം പാലക്കാട്ടിലെ തസ്രാക്കിലേക്കാണ് പോകുന്നത്. അവിടെ എന്തൊക്കെയാണ് കാണാനായിട്ടുള്ളത്, എന്താണ് തസ്രാക്കിനെ വ്യത്യസ്തമായി നിർത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കേട്ടറിയാം കേട്ടോ. വായിക്കാനൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും പോയിരിക്കേണ്ട സ്ഥലമാണ് തസ്രാക്ക്. OV വിജയന്റെ സ്മാരക ഗ്രാമമാണിത്. മാത്രമല്ല ഈ നോവലിന് പിന്നിൽ രസകരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് ഈ എഴുത്തുകാരുടെ സ്മാരകങ്ങളൊക്കെ പണിയുന്നത് ഒന്നെങ്കിൽ അവർ ജനിച്ച സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ അവർ നോവലോ കഥയോ കവിതയോ ഒക്കെ എഴുതിയ സ്ഥലത്തായിരിക്കും. എന്നാൽ OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിന്റെ പശ്ചാത്തലമായി വരുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ സ്മാരകം ഉണ്ടാക്കിയിരിക്കുന്നത്. നോവൽ എഴുതുന്നതിന് മുമ്പായിട്ട് 3 ആഴ്ചയോളം സഹോദരിയോടൊപ്പം അദ്ദേഹം ഞാറ്റുപുരയിലുണ്ടായിരുന്നു. ഈ ഞാറ്റുപുര എന്ന് പറയുന്നത് സഹോദരി ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപികയായി തസ്രാക്കിൽ വന്നപ്പോൾ താമസിച്ച ഒരു സ്ഥലമാണ്. ഞാറ്റുപുരയുടെ വാതിലിലൂടെ കടന്നു പോകുന്ന ആളുകൾ, പള്ളി, കുളം, കുളത്തിനരികിലെ നെൽപ്പാടങ്ങൾ, ചിതലിമല, ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹം കുറച്ച് കഥാപാത്രങ്ങളെ ഉണ്ടാക്കി. രവി, അള്ളാപ്പിച്ചമൊല്ലാക്ക, അപ്പുകിളി, നിസാം അലി, കുഞ്ഞാമിന, മൈമുന തുടങ്ങിയവരൊക്കെ അങ്ങനത്തെയുള്ള ചില കഥാപാത്രങ്ങളാണ്. പാലക്കാട് ടൗണിൽ നിന്നും 12 കിലോമീറ്റർ മാറി കിണാശ്ശേരിക്ക് അടുത്തുള്ള ഒരു ഗ്രാമമാണ് തസ്രാക്ക്. നോവലിൽ പറയുന്ന പോലെ തന്നെ രവി ബസ് ഇറങ്ങിയെടുത്ത് അതേ ആ ആൽമരച്ചോട്ടിൽ തന്നെയാണ് ഇന്നും നമ്മുടെ ബസ് സ്റ്റോപ്പ്. ബസ്സിലാണ് വരുന്നതെങ്കിൽ അവിടെ ഇറങ്ങി നടക്കണം, അല്ലെങ്കിൽ ഒരു ഓട്ടോയിൽ പോയാലും മതിയായിരിക്കും കേട്ടോ. റോഡിനരികിലായിട്ടാണ് ഞാറ്റുപുര. അന്ന് ഞാറ്റുപുരയിൽ ഉണ്ടായിരുന്ന അതേ ടൈലുകള്, ബീമുകള്, സ്ലാബുകള്, ഗ്ലാസ് ടൈലുകളൊക്കെ അതേപോലെ തന്നെ ഇന്നും നിലനിർത്തിയിട്ടുണ്ട്. ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് OV വിജയൻ സാറിൻ്റെ വീട് നവീകരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോസ്, അദ്ദേഹം വരച്ച കാർട്ടൂൺസ്, ഓർമ്മ ചിത്രങ്ങള്, ലൈവ് തിയേറ്റേഴ്സ് ഒക്കെ ഇവിടെ തന്നെയാണ് ഉള്ളത്. മുമ്പിലായി പുല്ല് വിരിച്ച മുറ്റത്ത് അദ്ദേഹത്തിൻ്റെ ശില്പമുണ്ട്.
ഞാറ്റുപുതിയുടെ പുറകിലായി മറ്റൊരു കെട്ടിടം കൂടിയുണ്ട്. ഖസാക്കിൻ്റെ ഇതിഹാസത്തിൻ്റെ വരച്ചിട്ട ചിത്രങ്ങളും അദ്ദേഹം വരച്ച കാർട്ടൂണുകളും ഒപ്പം അദ്ദേഹം പലർക്കായി അയച്ച കത്തുകൾ, പലർ അദ്ദേഹത്തിന് അയച്ച കത്തുകൾ, അതിൻ്റെയൊക്കെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് ഇവിടെ. OV വിജയൻ സ്മാരകത്തിൻ്റെ ഓഫീസും ലൈബ്രറിയും പ്രദർശനശാലയും ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നതും. പിന്നെ നമ്മുടെ നോവലിലുള്ളതുപോലെ ഒരു അറബിക്കുളവും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ OV വിജയൻ എന്ന ആ ഒരു ഇതിഹാസ എഴുത്തുകാരൻ്റെ ഇതിഹാസ നോവലായിട്ടുള്ള ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ വന്നിട്ടുള്ള പാലക്കാട്ടിലെ തസ്രാക്കിനെ കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞു. ഇതുപോലെ ഇനിയും പാലക്കാടിനെ ഏറ്റവും ഭംഗിയായി നിലനിർത്തുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് കേട്ടറിയാം SK ജംഗ്ഷനിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. നമ്മൾ കേട്ട സ്ഥലം പോലെ ഇനി അതിമനോഹരമായ കുറച്ച് പാട്ടുകളാണ് വരുന്നത്. പാട്ടുകൾക്ക് ശേഷം ഇനിയും കേട്ടറിയാം പാലക്കാടിൻ്റെ മറ്റ് സ്ഥലങ്ങൾ ഏതൊക്കെ എന്നുള്ളത്. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ടു SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആൻഡ് അനു. നമ്മൾ ഇന്ന് പാലക്കാടിനെ കുറിച്ചാണ് കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. പാലക്കാട്ടേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ കണ്ടിരിക്കേണ്ടതായിട്ടുള്ള സുന്ദരമായിട്ടുള്ള അല്ലെങ്കിൽ ദൃശ്യഭംഗി നിറഞ്ഞ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ പറയുമ്പോൾ കളേഴ്സ് ഓഫ് ഭാരത് എന്ന സോഷ്യൽ മീഡിയ പേജ് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ 10 ഗ്രാമങ്ങൾ തിരഞ്ഞെടുത്ത സമയത്ത് അതിലൊന്ന് പാലക്കാടിൻ്റെ സ്വന്തം കൊല്ലങ്കോടായിരുന്നേ. പാലക്കാടിൻ്റെ ഈ ഒരു ഗ്രാമീണ ഭംഗി കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു പട്ടികയിൽ ഇടം നേടാനായിട്ട് പാലക്കാടിനായത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ഒരു ഗ്രാമം. ഹോളിഡേയ്സിലൊക്കെ ഇത്രയും തിക്കും തിരക്കുമുള്ള വേറൊരു ഗ്രാമമുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളൊന്ന് സംശയിച്ചു പോകും. മഴയും കൂടെ പെയ്തോടെ സഞ്ചാരികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയുണ്ട് ഈ ഒരു സ്ഥലത്തേക്ക്. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ തേടി പിടിച്ച് കൊല്ലങ്കോട് കാണാൻ വരണമെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ: കേരളത്തിൻ്റെ തനതായ ഗ്രാമഭംഗി. നീണ്ടു നിവർന്ന് വിശാലമായി കിടക്കുന്ന നെൽപ്പാടങ്ങളും തെങ്ങും കരിമ്പനകളും അരുവികളും തോടുകളും ഓലമേന കുടിലുകളും ഇല്ലിവേലികളും പാടത്തിനോട് ചേർന്നുള്ള കുളവും കൊല്ലങ്കോട് മാത്രം കാണാവുന്ന കാഴ്ചകളായതുകൊണ്ടാവാം ഇത്രയും തിക്കും തിരക്കും കൊല്ലങ്കോടിലേക്ക്. നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വാരത്തിലാണ് ഈ ഒരു ഗ്രാമമേ. അവിടുത്തെ വീടുകളും കടകളും ഒക്കെ മണ്ണിൻ്റെ ചുമരും ഓല മേഞ്ഞതും ഒക്കെയാണ്. ഇങ്ങനെയുള്ള വീടുകളൊക്കെയാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. സത്യത്തിൽ ആ കാലത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കും കൂടെയാവും കൊല്ലങ്കോട് നമുക്ക് തരുന്നതെന്ന് എനിക്കും ഇവിടെ വന്നുപോയവർക്കൊക്കെ തോന്നിയിട്ടുണ്ടാവും. ശരിക്കും പറഞ്ഞാൽ കൊല്ലങ്കോട് യാത്ര കംപ്ലീറ്റ് ആവണമെങ്കിൽ ചെല്ലൻ ചേട്ടൻ്റെ ചായക്കടയിൽ കയറി നല്ല ചൂട് ചായ കുടിക്കുകയും കൂടി വേണം. അപ്പോൾ നമ്മൾ കൊല്ലങ്കോട് പോവുകയാണെങ്കിൽ കൂടെ വേറെ കുറച്ച് സ്ഥലങ്ങൾ കൂടെ കാണുന്നത് നല്ലതായിരിക്കും. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സീതാർകുണ്ട് വെള്ളച്ചാട്ടം, ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രം, മുതലമട റെയിൽവേ സ്റ്റേഷനൊക്കെയാണത്. അങ്ങനെ നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടം, ചിങ്ങഞ്ചിറ കറുപ്പസ്വാമി ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിലൂടെയൊക്കെ പോയി നമ്മളിങ്ങനെ വരുമ്പോൾ ഇനി കുറച്ച് ഫുഡ് സ്പോട്ടുകൾ നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. പാലക്കാട്ടെ റാവുത്തർമാരുടെ കല്യാണങ്ങൾക്ക് വിളമ്പിയിരുന്ന സ്പെഷ്യൽ ബിരിയാണിയാണ് ഈ റാവുത്തർ ബിരിയാണി. കേരളത്തിൽ സാധാരണ കണ്ടുവരുന്ന ബിരിയാണിയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ് ഇത്. ബിരിയാണി റൈസും ഇറച്ചിയും മസാലയും ഒക്കെ ഒരുമിച്ച് ഒരു തമിഴ്നാട് സ്റ്റൈലാണ് ഈ സംഭവം പ്രിപ്പയർ ചെയ്യുന്നത്. കൂടെ അവരുടെ സ്പെഷ്യൽ കായച്ചാറും ഉണ്ടായിരിക്കും. ഇത് കഴിക്കാൻ NMR ബിരിയാണി ഹൗസിനേക്കാൾ മറ്റൊരു മികച്ച ഓപ്ഷൻ ഇല്ല എന്നാണ് പാലക്കാട്ടുകാരെല്ലാവരും ഒരേ മനസ്സോടുകൂടെ പറയുന്നത്. ഇതുപോലെ പാലക്കാട്ടിലെ ഏറ്റവും ടേസ്റ്റി ഫുഡ് ഐറ്റംസ് കിട്ടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ, ഫുഡ് സ്പോട്ടുകൾ ഏതൊക്കെ എന്നുള്ളത് നമുക്ക് കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം. കൂടെയുള്ളത് ജോ ആൻഡ് ഓൺ SK ജംഗ്ഷൻ 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ടു SK ജംഗ്ഷൻ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. അങ്ങനെ നമ്മൾ പാലക്കാടിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാലക്കാടിലെ നമ്മൾ മനഃപൂർവ്വമായി പോകേണ്ട കാണേണ്ട കാഴ്ചകൾ ഏതൊക്കെ എന്നുള്ളത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മൾ കഴിച്ചിരിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്, മിസ് ചെയ്യാൻ പാടില്ലാത്ത ഫുഡ് സ്പോട്ടുകൾ ഏതൊക്കെ എന്നുള്ളത് നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് രാമശ്ശേരി ഇഡലിയോളം മികച്ചതായിട്ട് മറ്റൊന്നുമില്ല. ഇഡലികളുടെ രാജാവ് എന്നാണ് ഇതിനെ കണക്കാക്കുന്നത്. കേരളത്തിലെ പാലക്കാട്ടെ ഒരു ചെറിയ ഗ്രാമമായ രാമശ്ശേരിയുടെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. രാമശ്ശേരി ഇഡലി ഒരു ദോശയോട് സാമ്യമുള്ളതും അതിശയകരമായ രുചിക്കും വ്യത്യസ്തമായിട്ടുള്ള ആകൃതിക്കും ലോകമെമ്പാടും വളരെ ഫേമസ് ആയിട്ടുള്ള ഒന്നാണ്. 200 വർഷത്തിലേറെ പഴക്കമുള്ള അതിൻ്റെ ഈ ഒരു ഒറിജിന് പിന്നിൽ രസകരമായിട്ടുള്ള ഒരു കഥയുണ്ട്. അതായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ തിരുപ്പൂര്, കാഞ്ചീപുരം, തഞ്ചാവൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ഏതാനും മുതലിയാർ കുടുംബങ്ങൾ കേരളത്തിലെത്തി ജോലി തേടി പാലക്കാട്ടെ രാമശ്ശേരിയിൽ സ്ഥിര താമസമാക്കിയതാണ് ഐതിഹ്യം പറയുന്നത്. പുരുഷന്മാരെ നെയ്ത്തുകാരായും സ്ത്രീകളെ മികച്ച പാചകക്കാരുമായി അവരങ്ങനെ ജോലി അന്വേഷിച്ചു.
അങ്ങനെയാണ് ഈ ഇഡലികളുടെ കഥ ആരംഭിക്കുന്നത്. ഈ ഗ്രാമം ഈ വിഭവത്തിന് പേര് കേട്ടതാണ്. ദൂരെ നിന്ന് പോലും ഒരുപാട് ആളുകൾ ഇഡലി ആസ്വദിക്കാനായിട്ട് എത്തുന്നു എന്നുള്ളത് പാലക്കാടിന്റെ രുചികളെ പറ്റി പറയുമ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വെജിറ്റേറിയൻസ് ആയിട്ടുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഇടമാണ് ഹോട്ടൽ ശ്രീ ഹരിഹരപുത്ര. പാലക്കാടിലെ 140 വർഷം പഴക്കമുള്ളൊരു ഹോട്ടലാണിത്. തമിഴ്നാട്ടുകാർ അധികമായി കഴിക്കുന്ന ലെമൺ റൈസ്, കേർഡ് റൈസ്, ടൊമാറ്റോ റൈസ്, സാമ്പാർ റൈസ് തുടങ്ങിയ വ്യത്യസ്ത തരം റൈസാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത. അവിടുത്തെ തൈര് വടയും സാമ്പാർ വടയും മാത്രം കഴിക്കാനായി വരുന്നവരും ഒരുപാട് പേരാണ് കേട്ടോ. അവിടുത്തെ മീൽസും മസ്റ്റ് ട്രൈ ആണ്. പ്യുവർ നെയ്യിലുണ്ടാക്കിയ സ്വീറ്റ്സ് ആയിട്ടുള്ള മൈസൂർ പാക്ക്, ഉണ്ണിയപ്പം, ജിലേബിയൊക്കെ വളരെ ടേസ്റ്റിയാണ് അവിടുത്തെ. ഓക്കെ, അങ്ങനെ പാലക്കാട്ടിലെ ഓരോ ഫുഡ് സ്പോട്ടുകളും നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനിയും ചില കാര്യങ്ങൾ പാലക്കാട്ടിലേക്കുള്ള യാത്രകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണത്, ഏതൊക്കെയാണത് എന്നുള്ളത് കേട്ടറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. വെൽക്കം ടു SK ജംഗ്ഷൻ സർഗക്ഷേത്ര 89.6 FM. കൂടെ ഉള്ളത് ജോ ആൻഡ് അനു. നമ്മളിന്ന് പാലക്കാടിനെ കുറിച്ചാണ് കേട്ടറിഞ്ഞത്. ഈ ഒരു മഴക്കാലത്ത് നമുക്ക് പോകാനായിട്ട് പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകാനായിട്ട് പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് പാലക്കാട് എന്നുള്ളത് നമ്മൾ കേട്ടറിഞ്ഞു. പാലക്കാടിനെ വ്യത്യസ്തമായി നിലനിർത്തുന്ന, അല്ലെങ്കിൽ പാലക്കാടിന് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞു. പാലക്കാടിൻ്റെ രുചികളെ അതിമനോഹരമാക്കി മാറ്റുന്ന കുറേ ഫുഡ് സ്പോട്ടുകളും നമ്മൾ കേട്ടറിഞ്ഞു. പക്ഷേ പാലക്കാട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് കഴിവതും 2 വീലറിലോ 4 വീലറിലോ ഒക്കെ പോകുന്നതായിരിക്കും നല്ലത്. കാരണം മിക്ക സ്ഥലങ്ങളിലേക്കും എപ്പോഴും ബസ് സൗകര്യങ്ങളില്ല എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ കൂടുതൽ ഡെസ്റ്റിനേഷൻസ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 വീലറും 4 വീലറും തന്നെയാണ് ഏറ്റവും നല്ലത്. നെല്ലിയാമ്പതിക്കൊക്കെ KSRTCയുടെ ഒരു 1 ഡേ ടൂർ പാക്കേജ് ഒക്കെ ഇപ്പോഴും നിലവിലുള്ള ഒരു ഐറ്റമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും വ്യൂ പോയിന്റും ഒക്കെ നമുക്ക് ഈ ഒരു ടൂറിൽ കാണാനായിട്ട് പറ്റും. ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും വരുന്നതെങ്കിൽ നേരത്തെ തന്നെ ഈ ഒരു റൂട്ട് അറിഞ്ഞു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു പാലക്കാട്ടുകാരി എന്ന നിലയിൽ ഞാൻ കൂടുതലായും പാലക്കാട് വരാനായി പ്രിഫർ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് മഴക്കാലം തന്നെയാണ്. പക്ഷേ കനത്ത മഴയാണെങ്കിൽ യാത്ര കഴിവതും ഒഴിവാക്കുക തന്നെ വേണം. കാരണം ഹിൽ സ്റ്റേഷൻസൊക്കെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കനത്ത മഴയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇച്ചിരി ഒരു മുൻകരുതലുകൾ നമ്മൾ എടുക്കണം. ഇപ്പം ആ ഒരു സമയത്ത് അങ്ങോട്ട് പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളൊക്കെ അടച്ചിരുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വേണം പാലക്കാട്ടിനുള്ള യാത്ര നമ്മൾ തയ്യാറെടുക്കാനായിട്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ SK ജംഗ്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത് പറഞ്ഞു, ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു. കവ, തെക്കേ മലമ്പുഴ, തസ്രാക്ക്, നെല്ലിയാമ്പതി, കൊല്ലങ്കോട്, വാമല, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ. എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമുക്ക് വളരെ പരിമിതമായിട്ടുള്ള ചില സ്പോട്ടുകൾ മാത്രമാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും പാലക്കാട് പോവുകയാണെങ്കിൽ ഈ സ്ഥലങ്ങൾ മിസ്സാക്കരുത് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് എന്തായാലും ഇന്നത്തെ SK ജംഗ്ഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് RJ ജോ ആൻഡ് അനു signing off from SK Junction and you are listening to സർഗക്ഷേത്ര 89.6 FM കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.